ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 11 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ദന്തേവാഡയിലെ ആരൻപൂരിൽ ഇന്ന് ഉച്ചയോടെ ഉണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിലാണ് ജവാന്മാർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും ഛത്തീസ്ഗഡ് സർക്കാരിന് അന്വേഷണത്തിന് എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്തു. ദന്തേവാഡ ജില്ലയിലെ ആരൻപൂരിൽ സുരക്ഷാസേന പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് അരൻപൂർ പാതയിലാണ് DRG സംഘത്തിന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. 50 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത്. വാടകയ്ക്കെടുത്ത മിനി വാനിൽ സഞ്ചരിക്കവെയാണ് റോഡിൽ കുഴിബോംബ് സ്ഫോടനത്തിൽപ്പെട്ട് 10 സൈനികരും ഒരു ഡ്രൈവറും കൊല്ലപ്പെട്ടത്. സുരക്ഷാ സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് ബാലിസ്റ്റിക് സുരക്ഷകളൊന്നുമില്ലാത്തതും ആക്രമണത്തിന്റെ ആഘാതം കൂട്ടി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ വൻ ഗർത്തവും നിരവധി മരങ്ങൾ പിഴുതെറിയപ്പെടുകയും ചെയ്തു. മാവോയിസ്റ്റുകളോട് ഏറ്റുമുട്ടി മടങ്ങവെയാണ് സൈനിക സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ ചെറുക്കാനായി പ്രാദേശിക തലത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്തവരാണ് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലുള്ളത്. മാവോവാദികളെ അമർച്ച ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സംഘം. സുരക്ഷാ സേനയെ ആക്രമിക്കുമെന്ന് നക്സലുകൾ കഴിഞ്ഞയാഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു. മാവോയിസ്റ്റ് ആക്രമണത്തിൽ അപലപിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ രംഗത്തുവന്നു. ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഭൂപേഷ് വ്യക്തമാക്കി. സുരക്ഷാ സൈനികരുടെ ജീവത്യാഗം എന്നും ഓർമ്മിക്കുമെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും കേസ് അന്വേഷണത്തിന് ഛത്തീസ്ഗഡ് സർക്കാരിന് എല്ലാ സഹായങ്ങളും നൽകുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെയും CRPFന്റെയും കൂടുതൽ സംഘങ്ങളെ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.